ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെത്തിയിരിക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിനായി ആദ്യം വരേണ്ടത് തേങ്ങ വെള്ളം, പച്ചരി കഴുകിയത്, ചോറ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഈസ്റ്റ്. ഇത്രയാണ് ആവശ്യമായി വേണ്ടത്. തേങ്ങ ചിരവിയതും തേങ്ങാ വെള്ളവും ആദ്യം എടുക്കുക. അതിലേക്ക് ഒരു പിടി ചോറ്, വെള്ളച്ചോറ് ഇടുക. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് പച്ചരി അതിലേക്കിടുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുതിർക്കാനായിട്ട് വയ്ക്കുക. രാത്രി തലേദിവസം വേണം ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മൂടി വയ്ക്കുക. ഇനിയുള്ള പ്രോസസ്സിങ് രാവിലെയാണ്. തലേദിവസം രാത്രി നമുക്ക് രാവിലെ വെള്ളത്തിലിടാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള എളുപ്പം അപ്പം ഉണ്ടാക്കുന്നുള്ള പരിപാടിയാണിത്. നമുക്ക് തലേദിവസം തന്നെ അതിങ്ങനെ രാത്രിയിൽ ഇട്ട് വെച്ചിട്ട് നേരം വെളുക്കുമ്പോൾ ഇനി അരച്ചെടുത്താൽ മതി. ഇനിയിപ്പം രാവിലെ പൊങ്ങി വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, ഇത് രാവിലെ ആയപ്പോൾ അതെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ പച്ചരി കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാരയും ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പ് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള പച്ചരിക്ക് കുതിരാനുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. അതുകൊണ്ട് പേസ്റ്റ് രൂപത്തിൽ നല്ലപോലെ ഇത്തിരി ലൂസായ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ബാക്കിയും ഇതുപോലെ അരച്ചെടുക്കാം. രണ്ട് സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഉപ്പുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അരച്ചതിന് ശേഷം എല്ലായിടത്തേക്കും നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട്, ഒന്ന് പൊങ്ങി വരാനായിട്ട് 15 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയത് കണ്ടോ, നല്ല കവിഞ്ഞ് പൊങ്ങി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് വെച്ച് നമുക്ക് അപ്പം മാത്രമല്ല വട്ടയപ്പവും ഉണ്ടാക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ മാവ് കൊണ്ടാണ് ഞാൻ വട്ടയപ്പവും ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഒരു ചട്ടി എടുത്ത് കുറേശ്ശെ 1 സ്പൂൺ ഒഴിച്ച് നമുക്ക് അപ്പം ചുടാം. ഇതാണ് ഈസി പാലപ്പം. നല്ലപോലെ പഞ്ഞിയായതും നല്ല മൊരുമരയുള്ള പാലപ്പമാണ് നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും.
ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.